നമസ്കാരം. നോക്കാം പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. പിതാവ് വാഹനാപകടത്തിൽ മരിച്ച് 2 ദിവസത്തിനുള്ളിൽ 18 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞും മരിച്ചു. വെള്ളറക്കാട് സ്വദേശി സുധീഷ് വാഹനാപകടത്തിൽ മരിച്ചത് വെള്ളിയാഴ്ച. കുഞ്ഞിനെ തൊട്ടിലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്ന് പുലർച്ചെ. പാൽ തൊണ്ടയിൽ കുടുങ്ങിയതായി പ്രാഥമിക നിഗമനം. ജില്ലയിൽ കാലവർഷം ശക്തം. ബുധനാഴ്ച വരെ ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഇടിമിന്നലിന് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. എടത്തുരുത്തിയിൽ പ്രവാസിയുടെ വീട്ടിൽ നിന്ന് വിലപിടിപ്പുള്ള അലങ്കാര ചെടികൾ മോഷണം പോയി. 40,000 രൂപ വില വരുന്ന അലങ്കാര ചെടികളാണ് മോഷണം പോയത്. CCTV ദൃശ്യങ്ങൾ സഹിതം കയ്പമംഗലം പോലീസിൽ പരാതി നൽകി. കയ്പമംഗലം പഞ്ചായത്തിലെ LBS ഉന്നതിയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. പൈപ്പിലൂടെ വെള്ളമെത്തിയിട്ട് 40 ദിവസത്തിലേറെയായെന്ന് പ്രദേശവാസികൾ. തുടർച്ചയായി 7 ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന താരമായി ലയണൽ മെസ്സി. ജോർദാനെ 1-3 ഗോളുകൾക്ക് അർജന്റീന തകർത്തു. പോർച്ചുഗലിനെ കൊളംബിയ ഗോൾ രഹിത സമനിലയിൽ തളച്ചു. ഗാനയെ 1-2 ഗോളുകൾക്ക് ക്രൊയേഷ്യ വീഴ്ത്തി. നോക്കൌട്ട് റൗണ്ട് മത്സരങ്ങൾക്ക് രാത്രി തുടക്കം. വാർത്തകൾ വിശദമായി. പിതാവ് വാഹന അപകടത്തിൽ മരിച്ചതിന് പിന്നാലെ 2 ദിവസത്തിനുള്ളിൽ 18 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞും മരിച്ചു. വെള്ളറക്കാട് പൊയിലി റോഡിൽ തറമേൽഞ്ഞാലിൽ വീട്ടിൽ സുധീഷ് മണിരാധ ദമ്പതികളുടെ മകളെയാണ് ഉറക്കത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെ 2:30ഓടെയാണ് അക്കിക്കാവിൽ ബൈക്കും കണ്ടെയ്നർ ലോറിയും കൂട്ടിയിടിച്ച് ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന 24 വയസ്സുള്ള സുധീഷ് മരിച്ചത്. ഇന്ന് സുധീഷിന്റെ മരണാനന്തര ചടങ്ങിന്റെ ഭാഗമായി അസ്ഥി പെറുക്കുന്ന ദിവസമായിരുന്നു. പുലർച്ചെ 4 മണിയോടെ തൊട്ടിലിൽ കിടന്നിരുന്ന കുഞ്ഞിനെ മൂക്കിൽ നിന്നും രക്തം വാർന്ന് തണുത്തു മരവിച്ച് ചലനമില്ലാത്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് മരത്തങ്കോട് സ്വകാര്യ ആശുപത്രിയിലെത്തിച്ച് മരണം സ്ഥിരീകരിച്ചു. പാൽ തൊണ്ടയിൽ കുരുങ്ങിയതാകാം മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. രാത്രിയിൽ പാൽ കൊടുത്തതിനു ശേഷം തൊട്ടിലിൽ കിടത്തിയതായിരുന്നു. സംസ്ഥാനത്ത് കാലവർഷം വീണ്ടും ശക്തമായി. ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയെന്ന് നിലനിൽക്കുന്നത്. ഇന്ന് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. ജാഗ്രതയുടെ ഭാഗമായി ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. മറ്റു ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് അതിശക്തമായ മഴ പ്രവചിക്കുന്നത്. ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. എടത്തുരുത്തിയിൽ പ്രവാസിയുടെ വീട്ടിൽ നിന്ന് വിലപിടിപ്പുള്ള അലങ്കാര ചെടികൾ മോഷണം പോയി. എടത്തുരുത്തി കൊപ്രാക്കളം വലിയ വീട്ടിൽ പോളിന്റെ വീട്ടിലെ ഗേറ്റിൽ വെച്ചിരുന്ന വിലപിടിപ്പുള്ള അലങ്കാര ചെടികളാണ് കാറിലെത്തിയ സംഘം മോഷ്ടിച്ചത്. ഇന്ന് പുലർച്ചെ 1 മണിയോടെയാണ് സംഭവം. പോളും കുടുംബവും വിദേശത്താണ്. ഏകദേശം 40,000 രൂപ വില വരുന്ന അലങ്കാര ചെടിയാണ് മോഷണം പോയിട്ടുള്ളത്. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ സഹിതം കയ്പമംഗലം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കയ്പമംഗലം പഞ്ചായത്ത് 10ാം വാർഡിലെ LBS ഉന്നതിയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. 40 ദിവസത്തിലേറെയായി ഒരു തുള്ളി കുടിവെള്ളം പോലും പൈപ്പിലൂടെ എത്തിയിട്ടില്ലെന്ന് പ്രദേശവാസികൾ പരാതിപ്പെടുന്നു. നാട്ടിക ഫർക്ക ശുദ്ധജല പദ്ധതിയുടെ ഭാഗമായി കാലഹരണപ്പെട്ട പ്രധാന പൈപ്പുകൾ മാറ്റിസ്ഥാപിക്കുന്നതിനായി കുടിവെള്ള വിതരണം താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു. പിന്നീട് വിതരണം പുനഃസ്ഥാപിച്ചെങ്കിലും LBS ഉന്നതി പ്രദേശത്ത് ഇതുവരെ കുടിവെള്ളം ലഭിച്ചിട്ടില്ല. പഞ്ചായത്തും സന്നദ്ധ സംഘടനകളും ടാങ്കർ ലോറികളിൽ എത്തിച്ചു നൽകുന്ന കുടിവെള്ളമാണ് ഇപ്പോഴത്തെ ആശ്രയം. പലതവണ വാട്ടർ അതോറിറ്റി അധികൃതരുടെ ശ്രദ്ധയിൽ വിഷയമെത്തിച്ചെങ്കിലും സ്ഥിരമായ പരിഹാരം ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഈ വെള്ളം കൊണ്ടുള്ള ആശ്രയം ഞങ്ങൾ ജീവിക്കുന്ന ആൾക്കാരായിരുന്നു. കുടിവെള്ളം ഇത് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക്. അപ്പൊ ഈ വെള്ളം പോയിട്ട് ഇത്ര നാളായി. ഇതിനൊരു പരിഹാരം നിങ്ങൾ എന്തായാലും എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ശരിയാക്കി തരണം. ഇവിടെ പൈപ്പൊക്കെ അടച്ചിട്ട് അവര് മെമ്പർമാരും പ്രസിഡന്റുകാരും ബ്ലോക്കുകാരൊക്കെ കൂടിയിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ 3 ദിവസത്തിനുള്ളിൽ ഞങ്ങൾക്ക് ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ 3 ദിവസം കഴിഞ്ഞിട്ടും ഇത്ര നാളും കൂടെ വെള്ളം വന്നിരുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു പൊതു ടാപ്പിൽ വെള്ളം വന്നാൽ മാത്രമേ നമുക്ക്, അല്ലെങ്കിൽ വീടുകളിലേക്ക് വെള്ളം വന്നാൽ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. വേറെ പഞ്ചായത്തിൽ നിന്ന് കുടിവെള്ളം വരുന്നുണ്ട്. പക്ഷെ ആ വെള്ളം നമുക്ക് ഇവിടെ ഇത്രയധികം വീടുകളുണ്ട്. അപ്പോൾ ഒരു 5-6 ബക്കറ്റോ 10 ബക്കറ്റോ കിട്ടിയിട്ട് നമുക്ക് എല്ലാ ആവശ്യങ്ങൾക്കും പറ്റുന്നില്ല. ഇതിനിടെ പ്രദേശത്തെ റോഡിന്റെ ശോചനീയാവസ്ഥയും കുടിവെള്ള വിതരണം കൂടുതൽ ദുരിതമാക്കുകയാണ്.
മഴയെ തുടർന്ന് റോഡ് ചെളിക്കുളമായതിനാൽ ടാങ്കറിൽ നിന്നും ശേഖരിക്കുന്ന വെള്ളം പാത്രങ്ങളിലാക്കി ചെളി നിറഞ്ഞ വഴിയിലൂടെ ചുമന്നാണ് വീടുകളിൽ എത്തിക്കേണ്ടി വരുന്നത്. പുഴയോട് ചേർന്ന പ്രദേശമായതിനാൽ കിണറുകളിലെ വെള്ളത്തിന് ചുവന്ന നിറമാണുള്ളത്. ഈ വെള്ളം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന ആശങ്കയിൽ കുടിവെള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാറില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. TCV കയ്പമംഗലം. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ തുള്ളിമരുന്ന് വിതരണം ജില്ലയിൽ പുരോഗമിക്കുന്നു. ജില്ലയിൽ 1.25 ലക്ഷത്തോളം കുട്ടികൾക്കാണ് തുള്ളിമരുന്ന് നൽകുന്നത്. ഇതിനായി 1877 ബൂത്തുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അംഗനവാടികൾ, സ്കൂളുകൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ തുടങ്ങിയ കേന്ദ്രങ്ങളിലെല്ലാം പ്രത്യേക ബൂത്തുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ന് ഏതെങ്കിലും കാരണവശാൽ വാക്സിൻ ലഭിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ വളണ്ടിയർമാർ വീടുകളിലെത്തി മരുന്ന് നൽകും. പൾസ് പോളിയോ പ്രതിരോധ വാക്സിൻ നൽകുന്നതിന്റെ ജില്ലാതല ഉദ്ഘാടനം മാള കെ കരുണാകരൻ സ്മാരക കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടത്തി. ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രന്റെ മകൾ സാൻവി ശങ്കരിക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകി മന്ത്രി OG ജനീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷിണി രാജീവ് അധ്യക്ഷയായി. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TP ശ്രീദേവി, ജില്ലാ RCH ഓഫീസർ ഡോക്ടർ NA ഷീജ, ജില്ലാ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ജിൽഷോ ജോർജ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ PK രാധാകൃഷ്ണൻ, ഔസേപ്പച്ചൻ ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. ദിനത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കാൻ മന്ത്രി പ്രിയപ്പെട്ട ശ്രീ OG ജനീഷ് അവർ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷന്റെ വടക്കാഞ്ചേരി ബ്ലോക്ക് തല ഉദ്ഘാടനം എരുമപ്പെട്ടി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രുതി ലാലു ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ O ശ്രീകൃഷ്ണൻ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ CG ജോൺ, സ്വപ്ന പ്രദീപ്, പഞ്ചായത്ത് മെമ്പർ NK കബീർ, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ AK ടോണി തുടങ്ങിയവർ സംസാരിച്ചു. അയ്യന്തോൾ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷന്റെ ഭാഗമായി തുള്ളിമരുന്ന് വിതരണം നടന്നു. കോർപ്പറേഷൻ കൌൺസിലർ ഷാജു കുണ്ടോളി ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ MK ശ്രീജ, പബ്ലിക് ഹെൽത്ത് നഴ്സ് MK ബേബി തുടങ്ങിയവർ പങ്കെടുത്തു. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷന്റെ നാട്ടിക നിയോജക മണ്ഡലം ഉദ്ഘാടനം പഴവിൽ ആയുഷ്മാൻ ആരോഗ്യ മന്ദിറിൽ നടന്നു. ഗീതാ ഗോപി MLA ഉദ്ഘാടനം നിർവഹിച്ചു. വാണകം ഷീമ ആന്റണി അധ്യക്ഷയായി. പഞ്ചായത്ത് അംഗങ്ങളായ ഉല്ലാസ് കണ്ണോളി, നിത്യ ബിനു, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീകല, ഹെൽത്ത് ഇൻസ്പെക്ടർ KC സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു. വിദേശ സംഭാവന നിയന്ത്രണ ചട്ട ഭേദഗതിക്കെതിരെ കത്തോലിക്ക മെത്രാൻ സമിതിയുടെ ആഹ്വാനപ്രകാരം പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥന നടത്തി. വർഷകാല സമ്മേളനത്തിൽ ബില്ല് കൊണ്ടുവരാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ രാജ്യവ്യാപകമായി ക്രൈസ്തവ സംഘടനകൾ തുടങ്ങുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് KCBC പ്രത്യേക പ്രാർത്ഥനയ്ക്ക് ആഹ്വാനം നൽകിയത്. കേന്ദ്ര സർക്കാർ നടപടി രാജ്യത്തെ ക്രൈസ്തവരുടെ അടക്കമുള്ള സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തന സ്വാതന്ത്ര്യം വിലക്കുന്നതാണെന്നാണ് സഭയുടെ നിലപാട്. ഗുരുവായൂർ ചൊവ്വല്ലൂർ പടിയിൽ സ്കൂട്ടർ ഇടിച്ച് കാൽനട യാത്രികന് പരിക്കേറ്റു. പാലക്കാട് സ്വദേശി ബാബുവിനാണ് പരിക്കേറ്റത്. രാവിലെ 8:30യോടെയായിരുന്നു അപകടം. പരിക്കേറ്റയാളെ ആക്സ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുന്നംകുളത്ത് നിയന്ത്രണം വിട്ട കാർ സ്കൂട്ടറിലിടിച്ച് 3 വയസ്സുകാരൻ ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. പഴഞ്ഞി പെരുന്തുരുത്തി സ്വദേശികളായ യുവ, ജയകൃഷ്ണൻ, ശ്രീലക്ഷ്മി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇന്നലെ രാത്രിയായിരുന്നു അപകടം. പരിക്കേറ്റവരെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂർ നഗരസഭയുടെ ആദ്യ വൈസ് ചെയർമാനായിരുന്ന VT ഗോപാലകൃഷ്ണനെ അനുസ്മരിച്ചു. അനുസ്മരണ സമ്മേളനം VT ബൽറാം MLA ഉദ്ഘാടനം ചെയ്തു. VT ഗോപാലകൃഷ്ണന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ മാധ്യമ പുരസ്കാരം KT വിൻസനും
പൊതുപ്രവർത്തക പുരസ്കാരം PI സൈമൺ മാസ്റ്റർക്കും സഹകാരി പുരസ്കാരം എറിയാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് PS മുജീബ് റഹ്മാനും സമ്മാനിച്ചു. ഗുരുവായൂർ ദേവസ്വം മുൻ ചെയർമാൻ TV ചന്ദ്രമോഹൻ വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ നൽകി. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ് ചികിത്സാ സഹായം വിതരണം ചെയ്തു. ട്രസ്റ്റ് പ്രസിഡന്റ് R രവികുമാർ അധ്യക്ഷനായി. ചാവക്കാട് ഫർക്ക സഹകരണ റൂറൽ ബാങ്ക് പ്രസിഡന്റ് CA ഗോപപ്രതാപൻ, അർബൻ ബാങ്ക് ചെയർമാൻ AT സ്റ്റീഫൻ, ഗുരുവായൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ബഷീർ പൂക്കോട്, വടക്കേക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NMK നബീൽ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ചേറൂർ സാഹിതിയിൽ സഞ്ചാരി എന്ന പേരിൽ സഞ്ചാര സാഹിത്യ തുടർ പരിപാടി സംഘടിപ്പിച്ചു. സാഹിത്യകാരൻ VG തമ്പി ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ മോഹൻദാസ് പാറപ്പുറത്ത് അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരി നന്ദിനി മേനോൻ മുഖ്യപ്രഭാഷണം നടത്തി. ലിറ്റററി ഫോറം പ്രസിഡന്റ് K ഉണ്ണികൃഷ്ണൻ, നോവലിസ്റ്റ് K രഘുനാഥൻ, സാഹിതി ചെയർപേഴ്സൺ ഡോക്ടർ സരസ്വതി ബാലകൃഷ്ണൻ, ഡോക്ടർ K കൃഷ്ണകുമാരി, KS ശ്രീലത എന്നിവർ പങ്കെടുത്തു. മലയാളത്തിന്റെ പ്രിയപ്പെട്ട ലോഹി വിടവാങ്ങിയിട്ട് ഇന്നേക്ക് 17 വർഷം. തിരക്കഥാകൃത്തും സംവിധായകനുമായി മലയാള ചലച്ചിത്ര ലോകത്ത് നിറഞ്ഞുനിന്ന AK ലോഹിദാസിന്റെ ഓർമ്മകളിലാണ് സിനിമാ ലോകം. സാറ് വിചാരിച്ച ഒരു ജോലി ശരിയാക്കി തരാൻ പറ്റുമോ? ചോക്കുമലയിൽ ഇരിക്കുന്നവൻ ഒരു ചോക്ക് കഷ്ണം അന്വേഷിച്ചു പോയ കഥയുണ്ട്. കയ്യിൽ നല്ലൊരു തൊഴിലിരിക്കുമ്പോഴാണ് താൻ ജോലി അന്വേഷിച്ച് നടക്കുന്നത്. എടോ, കയ്യിലിരിക്കുന്ന മറന്ന് കിട്ടാത്തതിന്റെ പിന്നാലെ പോയാൽ അത് അകന്നു പോവുകയുള്ളൂ. സമയമാകുമ്പോൾ വരേണ്ടത് വന്നിരിക്കും. വരട്ടെ, കാണാം. ജീവിതത്തിന്റെ ആഴവും പരപ്പും തിരക്കഥകളിൽ സന്നിവേശിപ്പിച്ച് ലോഹിതദാസ് മലയാളത്തിന് സമ്മാനിച്ചത് എണ്ണം പറഞ്ഞ ക്ലാസിക്കുകൾ. 44 തിരക്കഥകൾ എഴുതി 12 ചിത്രങ്ങൾ സംവിധാനം ചെയ്തു. അതിഭാവുകത്വമില്ലാതെ സാധാരണക്കാരോട് സംവദിക്കുന്ന കഥകളായിരുന്നു ഇവയോരോന്നും. മാറ്റങ്ങളുടെ കൂട്ടത്തിൽ വേണ്ടാത്ത ചില വിശ്വാസങ്ങളും ഉണ്ടായിപ്പോയി. ഞാൻ മരിച്ചുപോയാൽ വായ്ക്കരിയിടാനും മറ്റ് കർമ്മങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്യാനും ഇവനെ അനുവദിക്കണം. അതാണ് ആചാരം. അച്ഛന്റെ ചിതയ്ക്ക് മകനാണ് തീ കൊളുത്തേണ്ടത്. ഉള്ളുനീറുന്ന വൈകാരിക മുഹൂർത്തങ്ങളായിരുന്നു ആ തിരക്കഥകളുടെ അകക്കാമ്പ്. ചാലക്കുടി മുരിങ്ങൂരിൽ 1955 മെയ് 10 അമ്പഴത്തിൽ കരുണാകരൻ ലോഹിതദാസ് എന്ന AK ലോഹിതദാസിന്റെ ജനനം. എറണാകുളം മഹാരാജാസിൽ നിന്ന് ബിരുദ പഠനം പൂർത്തിയാക്കിയ ലോഹിതദാസ് നാടകത്തിലൂടെയാണ് കലാരംഗത്തേക്ക് എത്തുന്നത്. 1987 സിബി മലയിലിന് വേണ്ടി തനിയാവർത്തനം എന്ന ചിത്രത്തിന് തിരക്കഥ എഴുതി വെള്ളിത്തിരയിൽ ഹരിശ്രീ കുറിച്ചു. മികച്ച കഥയ്ക്കുള്ള സംസ്ഥാന അവാർഡ് തനിയാവർത്തനം ലോഹിക്ക് സമ്മാനിച്ചു. തുടർന്ന് കരുത്തുറ്റ തിരക്കഥകളുമായി വളരെ പെട്ടെന്ന് തന്നെ മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമായി അദ്ദേഹം മാറി. മധ്യവർഗ മലയാളി കുടുംബങ്ങൾ അനുഭവിക്കുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും സംഘർഷങ്ങളും പ്രമേയങ്ങളെ തിരഞ്ഞെടുത്ത് ലോഹി സൃഷ്ടിച്ച കഥാപാത്രങ്ങൾ കാലത്തെ അതിജീവിച്ചും പ്രേക്ഷക മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നവയാണ്. സിബി മലയിൽ കൂട്ടുകെട്ടിൽ പിറന്ന കിരീടം, ചെങ്കോൽ, ഭരതം, കമലദളം, ദശരഥം, ഹിസൈനസ് അബ്ദുള്ള എല്ലാം പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. സേതുമാധവിന്റെയും അച്ചൂട്ടിയുടെയും വിദ്യാധരന്റെയും ഭാനുവിന്റെയും നൊമ്പരങ്ങൾ മലയാളിയുടെ ഉള്ളുപൊള്ളിച്ചു. 1997 ഭൂതക്കണ്ണാടിയിലൂടെ സംവിധായകനെ തുടക്കം. മികച്ച ചിത്രത്തിനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടി സംവിധാന അരങ്ങേറ്റവും ലോഹി അവിസ്മരണീയമാക്കി. ഇല്ലമ്മേ, ഇല്ല. എന്റെ ഒരു കണക്കില്ല. എന്റെ അധ്വാനത്തിന് കണക്കില്ല, എന്റെ ജീവിതത്തിന് കണക്കില്ല. എല്ലാം നിങ്ങൾക്ക് ഇഷ്ടം. പക്ഷേ എന്റെ മക്കളെ ഞാൻ തന്ന സ്നേഹത്തിന് കണക്കുണ്ട്. എന്റെ അല്ല, ഈശ്വരന്റെ. ആ കണക്കറിയാൻ നിങ്ങളുടെ പഠിപ്പ് പോരാ. അരയന്നങ്ങളുടെ വീടിലൂടെ ലക്ഷ്മി ഗോപാലസ്വാമിയും സൂത്രധാരനിലൂടെ മീര ജാസ്മിനും നിവേദ്യത്തിലൂടെ ഭാമയും വിനുവുമൊക്കെ ലോഹിയുടെ കയ്യും പിടിച്ചാണ് മലയാള സിനിമയിൽ ചേക്കേറിയത്. ഒടുവിൽ ഒരു ജൂൺ 28 പെരുമഴക്കാലത്ത് പറയാനേറെ കഥകൾ ബാക്കിവെച്ച് ലോഹി യാത്രയായി. TCV. ഇടവേള. വാർത്തയിലേക്ക്. തൃശൂർ അതിരൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി മെറിറ്റ് ഡേ വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്തു. അതിരൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിന്റെ ഉദ്ഘാടനവും മാർ ആൻഡ്രൂസ് താഴത്ത് നിർവഹിച്ചു. മോൺസിഞ്ഞോർ ഫാദർ ജോസ് കോനിക്കര അധ്യക്ഷത വഹിച്ചു. അതിരൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി മാനേജർ ഫാദർ ജോയ് അടമ്പുകുളം, HM ഫോറം സെക്രട്ടറി KA ബെന്നി, ഫാദർ തോമസ് വാഴപ്പിള്ളി തുടങ്ങിയവർ സംസാരിച്ചു. മികച്ച അധ്യാപികയ്ക്കുള്ള അവാർഡ് നേടിയ KR ഷീജയെ ചടങ്ങിൽ ആദരിച്ചു. ഇനി ലോകകപ്പ് വിശേഷങ്ങളുമായി കളിക്കാലം.
ലോകകപ്പ് ഗ്രൂപ്പ് ഘട്ടത്തിലെ ആവേശ പോരാട്ടത്തിൽ ജോർദാനെ 1-3 ഗോളുകൾക്ക് അർജന്റീന തകർത്തു. ഈ മത്സരത്തിൽ ഗോൾ നേട്ടത്തോടെ തുടർച്ചയായി 7 ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന താരമെന്ന റെക്കോർഡ് ലയണൽ മെസ്സിക്ക് സ്വന്തമാക്കി. മറ്റൊരു മത്സരത്തിൽ പോർച്ചുഗലിനെ കൊളംബിയ ഗോൾ രഹിത സമനിലയിൽ തളച്ചു. ഘാനയെ 1-2 ഗോളുകൾക്ക് ക്രൊയേഷ്യ വീഴ്ത്തി. ആദ്യ പകുതിയിൽ 2 ഗോളിന് മുന്നിട്ട് നിന്ന് അർജന്റീനയെ ഞെട്ടിച്ച് രണ്ടാം പകുതിയിൽ 1 ഗോൾ ജോർദാൻ തിരിച്ചടിച്ചെങ്കിലും പകരക്കാരനായി ഇറങ്ങിയ നായകൻ ലയണൽ മെസ്സിയുടെ ഫ്രീ കിക്ക് ഗോളിലൂടെ അർജന്റീന ജയമുറപ്പിച്ചു. ഈ ലോകകപ്പിൽ മെസ്സിയുടെ 6ാം ഗോളാണിത്. തുടർച്ചയായി 7 ലോകകപ്പ് മത്സരങ്ങളിൽ ഗോൾ നേടുന്ന ആദ്യ താരമെന്ന റെക്കോർഡും മെസ്സി സ്വന്തമാക്കി. ലോകകപ്പിലെ ആകെ ഗോൾ എണ്ണം മെസ്സി 19 ഉയർത്തി. ആദ്യ പകുതിയിൽ ഫ്രീ കിക്കിൽ നിന്ന് ലോ സെൽസോയും പെനാൽറ്റിയിൽ നിന്ന് ലൗതാരോ മാർട്ടിനസും അർജന്റീനയ്ക്കായി സ്കോർ ചെയ്തു. 55-ാം മിനിറ്റിൽ മൂസ അൽട്ടമാരിയാണ് ജോർദാന്റെ ആശ്വാസ ഗോൾ നേടിയത്. ഗ്രൂപ്പ് ജെയിൽ നിന്നും അർജന്റീനയെ കൂടാതെ ഓസ്ട്രിയയും അൾജീരിയയും നോക്കൌട്ട് റൗണ്ടിൽ കടന്നു. ഓസ്ട്രിയ അൾജീരിയ പോരാട്ടത്തിൽ ഇരു ടീമുകളും 3 ഗോൾ വീതമടിച്ച് പിരിഞ്ഞതോടെ 3ാം സ്ഥാനത്തുള്ള മികച്ച 8 ടീമുകളുടെ പട്ടികയിൽ നിന്നും ഇറാൻ പുറത്തായി. ഗ്രൂപ്പ് കെ പോരാട്ടത്തിൽ പോർച്ചുഗലിനെ ഗോൾ രഹിത സമനിലയിൽ തളച്ച് കൊളംബിയ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി നോക്കൌട്ടിലെത്തി. സമനില വഴങ്ങിയെങ്കിലും ഗ്രൂപ്പിലെ 2ാം സ്ഥാനക്കാരായ പോർച്ചുഗലും അടുത്ത റൗണ്ടിലേക്ക് മുന്നേറി. ഉസ്ബെക്കിസ്ഥാനെ 1-3 ഗോളുകൾക്ക് തകർത്ത് കോങ്കോ മികച്ച 3ാം സ്ഥാനക്കാരായി നോക്കൌട്ടിലെത്തി. ആഫ്രിക്കൻ കരുത്തരായ ഘാനയെ 1-2 ഗോളുകൾക്ക് തകർത്ത് ക്രൊയേഷ്യയും നോക്കൌട്ട് യോഗ്യത നേടി. മറ്റൊരു മത്സരത്തിൽ പാനമയെ തകർത്ത് ഇംഗ്ലണ്ട് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി. ഒറ്റ മത്സരം പോലും ജയിക്കാതെ പാനമ ലോകകപ്പിൽ നിന്ന് പുറത്താവുകയും ചെയ്തു. സ്പോർട്സ് ഡെസ്ക് TCV. ലോകകപ്പിലെ നോക്കൌട്ട് റൗണ്ട് മത്സരങ്ങൾക്ക് ഇന്ന് രാത്രി മുതൽ തുടക്കമാകുന്നു. ആതിഥേയരായ കാനഡയും ദക്ഷിണാഫ്രിക്കയും തമ്മിലാണ് ഈ റൗണ്ടിലെ ആദ്യ പോരാട്ടം. ഇന്ന് രാത്രി 12:30 ലോസ് ആഞ്ചലസിലാണ് മത്സരം. നോക്കൌട്ടിലെ ആദ്യ സൂപ്പർ പോരാട്ടം നാളെ രാത്രി 10:30 ബ്രസീലും ജപ്പാനും തമ്മിൽ നടക്കും. ചെസ്സിൽ ചരിത്രമെഴുതി ഗ്രാൻഡ് മാസ്റ്റർ നിഹാൽ സരിൻ. chess.com ബുള്ളറ്റ് ചാമ്പ്യൻഷിപ്പ് നേടുന്ന ആദ്യ ഇന്ത്യക്കാരനെന്ന നേട്ടമാണ് നിഹാൽ സരിൻ കൈവരിച്ചത്. ഏറ്റവും വേഗതയേറിയ പ്രധാന ഓൺലൈൻ ചെസ് ഫോർമാറ്റിന്റെ ഗ്രാൻഡ് ഫൈനലിൽ നിലവിലെ ചാമ്പ്യൻ അലിറെസ ഫിസ്റുജയെ 2 തവണ തോൽപ്പിച്ചാണ് നിഹാൽ കിരീടം ചൂടിയത്. ലോകത്തിലെ ഏറ്റവും മികച്ച ബുള്ളറ്റ് താരങ്ങളിൽ ഒരാളായ ഫിറുസുച്ച് 3 തവണ ചാമ്പ്യൻ പട്ടം കരസ്ഥമാക്കിയിട്ടുണ്ട്. മത്സരങ്ങൾക്കിടയിൽ നിഹാൽ തുടർച്ചയായി 15 ഗെയിമുകൾ ജയിച്ച അപൂർവ നേട്ടം സ്വന്തമാക്കി. ഏതു വെല്ലുവിളിയെയും അതിജീവിച്ച് കേബിൾ TV ഓപ്പറേറ്റർമാർ മുന്നോട്ടു പോകുമെന്ന് COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ് പറഞ്ഞു. പതിനഞ്ചോളം കേബിൾ TV ഓപ്പറേറ്റർമാരുടെ നേതൃത്വത്തിൽ വടക്കേക്കാട് ആരംഭിച്ച വെല്ലോസ് മീഡിയ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മികച്ച ഏകോപനത്തിലൂടെ കൂടുതൽ വേഗതയുള്ള സേവനങ്ങൾ ഗുണമേന്മയിൽ ഗുണഭോക്താക്കൾക്ക് എത്തിക്കുവാൻ COAയ്ക്ക് കഴിഞ്ഞുവെന്ന് PB സുരേഷ് പറഞ്ഞു. ടൂറിസം മേഖല, റോട്ടൽ സൊല്യൂഷൻ പ്രൊഡക്ഷൻ, കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി തുടങ്ങി വിദ്യാഭ്യാസ രംഗത്തുൾപ്പെടെ പുതിയ സംവിധാനത്തിലേക്ക് കേരള വിഷൻ പ്രവേശിക്കുമ്പോൾ ഇത്തരം കൂട്ടായ്മയ്ക്ക് ഏതു വെല്ലുവിളിയെയും അതിജീവിച്ച് മുന്നോട്ടു പോവാൻ കഴിയും. കേരളത്തിലെ 4000-ഓളം വരുന്ന കേബിൾ TV ഓപ്പറേറ്റർമാരെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് COA എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത്. KCCL എന്ന കമ്പനി രൂപീകരിച്ച് കേരള വിഷൻ ബ്രാൻഡിനെ ഇന്ത്യയിലെ തന്നെ 2ാമത്തെ കമ്പനിയും കേരളത്തിലെ 1ാമത്തെ കമ്പനിയുമാക്കി മാറ്റാൻ കഴിഞ്ഞുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഉദ്ഘാടന ചടങ്ങിൽ വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ബാബു അധ്യക്ഷയായിരുന്നു. വാർഡ് മെമ്പർ നിഷിത ബാബു, KCCL ചെയർമാൻ PP സുരേഷ് കുമാർ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ KV രാജൻ, COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, ജില്ലാ സെക്രട്ടറി CG ജോസ്, KCCL ഡയറക്ടർ VP ബൈജു, TCV മാനേജിംഗ് ഡയറക്ടർ PM നാസർ, CCTV മാനേജിംഗ് ഡയറക്ടർ KC ജോൺസൺ, വെല്ലോസ് മീഡിയ മാനേജിംഗ് ഡയറക്ടർ ബാബു നാസർ, മാനേജിംഗ് പാർട്ണർ KC ജെയിംസ് തുടങ്ങിയവർ സംസാരിച്ചു. TCV ന്യൂസ്, തൃശൂർ. നരവംശ ശാസ്ത്രജ്ഞൻ ഡോക്ടർ A. അയ്യപ്പന്റെ 38ാം ചരമവാർഷിക ദിനത്തിൽ പാവറട്ടിയിൽ അനുസ്മരണം സംഘടിപ്പിച്ചു. ഹൈക്കോടതി സീനിയർ ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് TN മായാദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഡോക്ടർ A. അയ്യപ്പൻ ഫൗണ്ടേഷൻ ഭാരവാഹികളായ അഡ്വക്കേറ്റ് സുജിത് ഐനിപ്പുള്ളി, റാഫി നീലങ്കാവിൽ, പ്രശാന്ത് മാധവൻ എന്നിവർ സംസാരിച്ചു.
അഖില ഭാരത നാരായണീയ മഹോത്സവ സമിതി ജില്ലാ പ്രതിനിധി സമ്മേളനം തൃശൂർ പാറമേക്കാവ് ക്ഷേത്രം അഗ്രശാലയിൽ നടന്നു. സ്വാമി സത്സ്വരൂപാനന്ദ സരസ്വതി ഉദ്ഘാടനം നിർവഹിച്ചു. സി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് ജസ്റ്റിസ് ടി ഇന്ദിര, ഡോക്ടർ ശ്രീനിവാസൻ തമ്പുരാൻ, വി മോഹനൻ, കെ ഗിരീഷ് കുമാർ, ഐ ബി ശശിധരൻ തുടങ്ങിയവർ സംസാരിച്ചു. BJP കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പരിശീലന ശിബിരം സംഘടിപ്പിച്ചു. BJP സംസ്ഥാന സെക്രട്ടറി ജിജി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ER ജിതേഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ KP ഉണ്ണികൃഷ്ണൻ, കൃപേഷ് ചെമ്മണ്ട, സജീവ് പള്ളത്ത, TJ ജെമ്മി, IS മനോജ് എന്നിവർ സംസാരിച്ചു. തൃശൂർ ബാലഗോകുലം ജില്ലാ വാർഷിക സമ്മേളനം ചെമ്പൂക്കാവ് ബാലഭവനിൽ നടന്നു. മൃദംഗ വിദ്വാൻ പൂങ്ങാട് സനോജ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ബാലഗോകുലം ജില്ലാ പ്രസിഡന്റ് VN ഹരി അധ്യക്ഷത വഹിച്ചു. CK മധു, C അജിത്, സനൽ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് എംപ്ലോയീസ് ഓർഗനൈസേഷൻ 1ാമത് ജില്ലാ സമ്മേളനം അയ്യന്തോൾ കോസ്റ്റ് ഫുഡ് ഹാളിൽ നടന്നു. രാജൻ ജെ പല്ലൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. സംഘടനാ ജില്ലാ പ്രസിഡന്റ് സീന രമേശ് അധ്യക്ഷത വഹിച്ചു. നിഷാദ്, DB വാസന്തി, സുജീന്ദ്രൻ, തങ്കപ്രസാദ് എന്നിവർ സംസാരിച്ചു. തൃശൂർ ജില്ലാ ഗ്യാസ് ആൻഡ് പെട്രോളിയം വർക്കേഴ്സ് യൂണിയന്റെ ജില്ലാ കൌൺസിൽ യോഗം CITU ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്നു. NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജില്ലാ സെക്രട്ടറി VR മുരളി അധ്യക്ഷത വഹിച്ചു. SSLC, +2 പരീക്ഷകളിൽ വിജയിച്ച തൊഴിലാളികളുടെ മക്കൾക്ക് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ജൂലൈ 12 മുതൽ 15 വരെ നടക്കുന്ന 24ാമത് ആറാട്ടുപുഴ ശ്രീശാസ്ത സംഗീതോത്സവത്തിന് അപേക്ഷ ക്ഷണിച്ചു. അർച്ചനയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ വിശദവിവരങ്ങൾ സഹിതം ജൂലൈ 5-നകം ആറാട്ടുപുഴ ക്ഷേത്രം ഉപദേശക സമിതി സെക്രട്ടറിക്ക് അപേക്ഷ നൽകേണ്ടതാണ്. സംഗീതാർച്ചനയിൽ ശാസ്ത്രീയ സംഗീതം മാത്രമേ ആലപിക്കാൻ അനുവദിക്കുകയുള്ളൂ. പരിമിതമായ പക്കമേളം വേദിയിൽ ലഭ്യമായിരിക്കും. സംഗീതോത്സവത്തിന്റെ ഉദ്ഘാടനം ജൂലൈ 12 വൈകുന്നേരം 6 പ്രശസ്ത സംഗീതജ്ഞ മീര രാംമോഹൻ നിർവഹിക്കും. അന്തിക്കാട് പഞ്ചായത്തിലെ 16ാം വാർഡിൽ ലഹരി വിരുദ്ധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. അന്തിക്കാട് ജനമൈത്രി പോലീസ് സമിതിയുടെയും വാർഡ് ADS കമ്മിറ്റിയുടെയും നേതൃത്വത്തിലാണ് കൂട്ടായ്മ സംഘടിപ്പിച്ചത്. പടിയം SC വ്യവസായ കേന്ദ്രത്തിൽ നടന്ന പരിപാടി അന്തിക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സംഗീത ഷിബു ഉദ്ഘാടനം ചെയ്തു. CDS അംഗം ഷജിയ ചന്ദ്രൻ അധ്യക്ഷയായി. അന്തിക്കാട് SI L വിഷ്ണു, അന്തിക്കാട് എക്സൈസ് ഇൻസ്പെക്ടർ N രാജേഷ്, മിനി ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി പിറവി കലാ സാംസ്കാരിക വേദി വായനശാലയുടെ നേതൃത്വത്തിൽ SSLC +2 വിജയികളെ അനുമോദിച്ചു. KK രാമചന്ദ്രൻ MLA അനുമോദന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് VS സുബീഷ് അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ സബിത സതീഷ് കുമാർ, ലൈബ്രറി കൌൺസിൽ ചാലക്കുടി താലൂക്ക് സെക്രട്ടറി NS വിദ്യാധരൻ, മറ്റത്തൂർ നേതൃസമിതി കൺവീനർ ഹക്കീം കള്ളിപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ജില്ലയിൽ എലിഫന്റ് സ്ക്വാഡുകളുടെ ലൈസൻസിംഗ് കൂടുതൽ മെച്ചപ്പെടുത്തണമെന്നും അർഹതയില്ലാത്ത സംഘങ്ങളെ പൂർണ്ണമായി ഒഴിവാക്കണമെന്നും തളിക്കുളം ശ്രീഗണേശ എലിഫന്റ് സ്ക്വാഡ് അംഗങ്ങൾ ആവശ്യപ്പെട്ടു. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് വനം മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും നിവേദനം നൽകുമെന്ന് ഭാരവാഹികൾ തൃപ്രയാറിൽ പറഞ്ഞു. ബൈജു തളിക്കുളം, ദാമോദരൻ ഗുരുവായൂർ, വേണു, സതീശൻ കാട്ടകാമ്പാൽ, ബാലകൃഷ്ണൻ നായർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കരാട്ടയിലൂടെ വിദ്യാഭ്യാസ ആവശ്യത്തിന് പണം കണ്ടെത്തുന്ന ഒരു മിടുക്കിയെ പരിചയപ്പെടാം. കണ്ണനന്നൂരിലെ സന്മയാണ് പുതുതലമുറയ്ക്ക് മാതൃകയായി മാറുന്നത്. 15 വർഷമായി കരാട്ടെ രംഗത്തുണ്ട് സന്മയ. 2 ബ്ലാക്ക് ബെൽറ്റ് നേടിയിട്ടുണ്ട് ഈ BCA വിദ്യാർത്ഥിനി. തിരുവല്ലാമല സ്വദേശിയായ സൈമൺ കുരിശിങ്കലിന്റെ കീഴിലാണ് പരിശീലനം. ഇന്ന് 50-ലധികം കുട്ടികളെ സന്മയ കരാട്ടെ പഠിപ്പിക്കുന്നുണ്ട്. ഈ വരുമാനം ഉപയോഗിച്ചാണ് വിദ്യാഭ്യാസത്തിന് പണം കണ്ടെത്തുന്നത്. സുരേന്ദ്രൻ ജിഷ ദമ്പതികളുടെ മകളായ ഈ മിടുക്കി മാതാപിതാക്കളെ ആശ്രയിക്കാതെ സ്വന്തം ചിലവുകൾക്കായി അധ്വാനിച്ച് പണം നേടണമെന്ന ഉറച്ച നിലപാടിലാണ്. ആരോഗ്യ സംരക്ഷണത്തിനും ആത്മരക്ഷയ്ക്കും വേണ്ടിയാണ് കരാട്ടെ പഠിക്കാൻ തുടങ്ങിയതെന്നും എന്നാൽ ഇന്ന് കരാട്ടെ ജീവവായുവാണെന്നും സന്മയ പറയുന്നു. TCV തിരുവല്ലാമല.
മായന്നൂർ കടവ് തൊഴൂപ്പാടം കനാൽ റോഡ് കാട് പിടിച്ചതിനാൽ പ്രദേശവാസികൾക്ക് യാത്രാ ദുരിതം. ഇഴജന്തുക്കളുടെ ശല്യമേറിയതിനാൽ വഴി നടക്കാൻ പോലും ആളുകൾ ഭയക്കുകയാണ്. വിദ്യാർത്ഥികളാണ് ഏറെ ബുദ്ധിമുട്ട് നേരിടുന്നത്. കൊണ്ടാഴി പഞ്ചായത്തിന്റെ അതിർത്തി വരെയും ഇതാണ് സ്ഥിതിയെന്ന് പ്രദേശവാസികളായ ബാബു, വേണു, ഉദയൻ എന്നിവർ പറഞ്ഞു. കൊണ്ടാഴി പഞ്ചായത്തിലെ 1, 15, 16 വാർഡ് ഉൾപ്പെടുന്ന റോഡാണ്. ഈ റോഡ് മായന്നൂർ കടവ് തൊഴുപ്പാടൻ റോഡാണ്. ഈ 3 വാർഡും കൊണ്ടാഴി പഞ്ചായത്തിലത്തെ ഈ 3 വാർഡ് 1, 15, 16 വാർഡുകൾ ഉൾപ്പെടുന്നതാണ് കൊണ്ടാഴി പഞ്ചായത്തിലത്തെ ഈ കനാൽ റോഡ്. ഇത് 2 സൈഡും കാട് കെട്ടിയിട്ട് ഒരു വണ്ടി വന്നാൽ വേറൊരു വണ്ടി വരുമ്പോൾ സൈഡ് കൊടുക്കാനോ വഴിയാത്രക്കാർക്കോ നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇവിടെ ഇഴജന്തുക്കളുടെ ശല്യം, അതേപോലെ കുട്ടികൾ പോകുമ്പോൾ അങ്ങനെയൊക്കെയുള്ള ശല്യങ്ങളുണ്ട്. ഇവിടുന്ന് കുറച്ചും കൂടി അങ്ങോട്ട് പോയ നല്ല വളവാണ് 15-ാം വാർഡിൽ. അപ്പോൾ ഒരു തവണ ഞാൻ തന്നെ നടന്നു പോണ സമയത്ത് വണ്ടി വരാതെ കാണാതെ ഇടിക്കേണ്ടതായിരുന്നു. വണ്ടിക്കാരനും കണ്ടില്ല, ഞാനും കണ്ടില്ല. അങ്ങനെ അപകടം. ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ MLA പ്രതിഭാ പുരസ്കാര വിതരണം ജൂലൈ 4 ഗുരുവായൂർ ടൗൺ ഹാളിൽ നടക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ ഉദ്ഘാടനം നിർവഹിക്കും. ഈ വർഷം 300-ലധികം വിദ്യാർത്ഥികൾക്ക് പുരസ്കാരം സമ്മാനിക്കുമെന്ന് NK അക്ബർ MLA പറഞ്ഞു. 100% വിജയം നേടിയ സ്കൂളുകളിലെ പ്രധാന അധ്യാപകരെ ചടങ്ങിൽ ആദരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. കുട്ടികളുടെ ബുദ്ധിശക്തിയും ചിന്താശേഷിയും ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ കടങ്ങോട് പള്ളിമേപ്പുറം തലയങ്ങാട്ടി ജുമാ മസ്ജിദ് കമ്മിറ്റി എജു കോൺവോക്ക് സംഘടിപ്പിച്ചു. മഹൽ മുദരീസ് ഉസ്താദ് സൗദീൻ ഫൈസി ഉദ്ഘാടനം ചെയ്തു. മഹൽ പ്രസിഡന്റ് PK സലീം ഹാജി അധ്യക്ഷനായി. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം IM വിജയനെ ചടങ്ങിൽ ആദരിച്ചു. ഭൗതിക മതവിദ്യാഭ്യാസ പരീക്ഷകളിൽ വിജയം നേടിയ വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി അനുമോദിച്ചു. MH നൌഷാദ് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മഹൽ സെക്രട്ടറി ഇസ്മായിൽ മാളിക്കൽ, ട്രഷറർ VS ഹനീഫ, ഹാജി വെളിയാട്ടിൽ, MD ഹിറാസ്, അബു താഹിർ തുടങ്ങിയവർ സംസാരിച്ചു. നമുക്കറിയാം, പരിശുദ്ധ ഖുർആനിൽ തെക്കുംകര കരുമത്ര ഗ്രൗണ്ടിൽ മാലിന്യങ്ങൾ നിറഞ്ഞ മണ്ണ് കൊണ്ടിട്ടതിൽ പ്രതിഷേധം. കുട്ടികൾ കളിക്കുന്ന ഗ്രൗണ്ടിലെ മാലിന്യം നിറഞ്ഞ മണ്ണ് എടുത്തുമാറ്റണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. നടപടിയുണ്ടായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടമാട്ടിൽ പറഞ്ഞു. പട്ടിത്തടം മങ്ങാട് റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ BJP കാട്ടകാമ്പാൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളിവണ്ടിയും കളിവഞ്ചിയും ഇറക്കി പ്രതിഷേധം സംഘടിപ്പിച്ചു. BJP കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് PJ ജെബിൻ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് MN സുനീഷ് അധ്യക്ഷത വഹിച്ചു. മുൻ മെമ്പർ പ്രദീപ് കുന്നത്ത്, ഭാരവാഹികളായ അരുൺ ഗഗനൻ, MB സുമിത, PK സാജു തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരളത്തിൽ വിരളമായ ഡൂക്കോങ് പഴങ്ങൾ പെരുമ്പിലാവിൽ സമൃദ്ധമായി വിളഞ്ഞു. പ്രവാസി ബിസിനസ്സുകാരനായ ഫാൽക്കൻ മൊയ്തുണ്ണിയുടെ വീട്ടുവളപ്പിലാണ് ഈ വിദേശ പഴം വലിയ രീതിയിൽ കായ്ച്ചിരിക്കുന്നത്. ഇന്തോനേഷ്യ, മലേഷ്യ, തായ്ലാന്റ്, ഫിലിപ്പീൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ വ്യാപകമായി കൃഷി ചെയ്യുന്നതാണിത്. ഡൂക്കോങ് പഴങ്ങൾ കേരളത്തിലെ വിപണിയിൽ വന്നു തുടങ്ങുന്നതേയുള്ളൂ. തായ്തടിയിലും പ്രധാന ശാഖകളിലും കൂട്ടമായാണ് ഇവ ഉണ്ടാകുന്നത്. നേർത്ത തവിട്ടു നിറത്തിലുള്ള തോടിനുള്ളിൽ 5-6 അല്ലികളുള്ള ചുളകളാണ് ഉള്ളത്. ഡൂക്കോങ് ഉൾപ്പെടെ 70ഓളം വ്യത്യസ്ത വിദേശ സസ്യങ്ങളാണ് മൊയ്തുണ്ണി തന്റെ തോട്ടത്തിൽ വളർത്തുന്നത്. മുഹമ്മദുണ്ണിയുടെ മാനേജർ റസാഖാണ് ശാസ്ത്രീയമായ പരിചരണത്തിന് നേതൃത്വം നൽകുന്നത്. TCV ന്യൂസ്, കുന്നംകുളം. ചിട്ടി സ്ഥാപനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്ന് മന്ത്രി OJ ജനീഷ് പറഞ്ഞു. ഓൾ കേരള ചിട്ടി ഫോർമെൻസ് അസോസിയേഷൻ കൊടുങ്ങല്ലൂർ താലൂക്ക് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. താലൂക്ക് പ്രസിഡന്റ് MS വിനയകുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ചെയർമാൻ ഡേവിഡ് കണ്ണനായിക്കൽ മന്ത്രിയെ ആദരിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി VT ജോർജ്, വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് രഞ്ജിത്ത് ഡേവിസ്, നഗരസഭാ കൌൺസിലർമാരായ TS സജീവൻ, ഗീതാ റാണി എന്നിവർ സംസാരിച്ചു. ആര്യമ്പാടം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ മഹോത്സവം ആഘോഷിച്ചു. നിർമ്മാല്യ ദർശനം, അഭിഷേകം, മലർ നിവേദ്യം, ഗണപതി ഹോമം, ബ്രഹ്മകലശം, പ്രസാദൂട്ട് തുടങ്ങിയ ചടങ്ങുകൾ നടന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി കിഴുമുണ്ടിയൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്, മേൽശാന്തി അനീഷ് കണ്ണൻ എന്നിവർ കാർമ്മികത്വം വഹിച്ചു.
KU ബിജു രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി DYFI കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കമ്മിറ്റി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. CPM ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി ഉദ്ഘാടനം ചെയ്തു. DYFI കൊടുങ്ങല്ലൂർ ബ്ലോക്ക് ട്രഷറർ CS സുജിത്ത് അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ പ്രസിഡന്റ് PH നിയാസ്, ബ്ലോക്ക് പ്രസിഡന്റ് CK ഹാരിസ്, PB ഹിമ, ദിബീഷ് മാധവൻ, CS ഷിബിൻ എന്നിവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് തഴപ്പായ തൊഴിലാളി യൂണിയൻ INTUC തൃശൂർ ജില്ലാ കൺവെൻഷനും ക്ഷേമനിധി കാർഡ് വിതരണവും നടന്നു. കാര സെന്റ് ആൽബന സ്കൂളിൽ നടന്ന കൺവെൻഷൻ ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി ഉദ്ഘാടനം ചെയ്തു. മേരി ജോളി അധ്യക്ഷത വഹിച്ചു. സാജു തോമസ് അംഗങ്ങൾക്കുള്ള കാർഡ് വിതരണം നിർവഹിച്ചു. PK ഷംസുദ്ദീൻ, പ്രൊഫസർ സിറാജ്, EK സജീവൻ, സരോജിനി ശിവദാസൻ, പ്രസന്ന ശിവദാസൻ തുടങ്ങിയവർ സംസാരിച്ചു. വെങ്കിടം പഞ്ചായത്ത് 5-ാം വാർഡിലെ 21-ാം നമ്പർ അംഗനവാടി റോഡ് പൊതുജനങ്ങൾക്ക് തുറന്നു നൽകി. ജില്ലാ പഞ്ചായത്തിന്റെ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയത്. ജില്ലാ പഞ്ചായത്ത് അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി ജേക്കബ് അധ്യക്ഷത വഹിച്ചു. വികസന സമിതി ചെയർമാൻ ജസീർ റാഫേൽ, ബ്ലോക്ക് മെമ്പർ പ്രമീള രാജൻ, മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബെന്നി ആന്റണി എന്നിവർ സംസാരിച്ചു. CITU നേതാവ് KV പീതാംബരന്റെ 6ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് നാട്ടിക ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരവ് സംഘടിപ്പിച്ചു. SSLC+2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. CITU ജില്ലാ ജനറൽ സെക്രട്ടറി UP ജോസഫ് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ഏരിയ പ്രസിഡന്റ് VA ഷാജുദ്ദീൻ അധ്യക്ഷനായി. CPM നാട്ടിക ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു, നേതാക്കളായ KM അലി, TS മധുസൂദനൻ, KH സുൽത്താൻ, KB ഹംസ തുടങ്ങിയവർ സംസാരിച്ചു. പെരുമ്പിലാവിൽ ഒരു ചെടിയിൽ 3 നിശാഗന്ധി പൂക്കൾ വിരിഞ്ഞത് കൗതുകമുണർത്തി. അറക്കൽ പുതുവീട്ടിൽ ഷാഹുൽ ഹമീദിന്റെ വീട്ടിലാണ് ഈ കൗതുക കാഴ്ച. വിരിഞ്ഞ പൂക്കൾ കാണാൻ അയൽവാസികളും ബന്ധുക്കളും അടക്കം നിരവധി പേരാണ് വീട്ടിലേക്കെത്തിയത്. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,195 രൂപ, പവന് 1,05,560 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചുപിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. പിതാവ് വാഹനാപകടത്തിൽ മരിച്ച് 2 ദിവസത്തിനുള്ളിൽ 18 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞു മരിച്ചു. വെള്ളറക്കാട് സ്വദേശി സുധീഷ് വാഹനാപകടത്തിൽ മരിച്ചത് വെള്ളിയാഴ്ച. കുഞ്ഞിനെ തൊട്ടിലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്ന് പുലർച്ചെ. പാൽ തൊണ്ടയിൽ കുടുങ്ങിയതായി പ്രാഥമിക നിഗമനം. ജില്ലയിൽ കാലവർഷം ശക്തം. ബുധനാഴ്ച വരെ ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഇടിമിന്നലിന് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ്. തുടർച്ചയായി 7 ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന താരമായി ലയണൽ മെസ്സി. ജോർദാനെ 1-3 ഗോളുകൾക്ക് എടത്തുരുത്തിയിൽ പ്രവാസിയുടെ വീട്ടിൽ നിന്ന് വിലപിടിപ്പുള്ള അലങ്കാര ചെടികൾ മോഷണം പോയി. 40,000 രൂപ വില വരുന്ന അലങ്കാര ചെടികളാണ് മോഷണം പോയത്. CCTV ദൃശ്യങ്ങൾ സഹിതം കയ്പമംഗലം പോലീസിൽ പരാതി നൽകി. കയ്പമംഗലം പഞ്ചായത്തിലെ LBS ഉന്നതിയിലെ കുടിവെള്ളക്ഷാമം രൂക്ഷം. പൈപ്പിലൂടെ വെള്ളമെത്തിയിട്ട് 40 ദിവസത്തിലേറെയായെന്ന് പ്രദേശവാസികൾ. തുടർച്ചയായി 7 ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന താരമായി ലയണൽ മെസ്സി. ജോർദാനെ 1-3 ഗോളുകൾക്ക് അർജന്റീന തകർത്തു. പോർച്ചുഗലിനെ കൊളംബിയ ഗോൾ രഹിത സമനിലയിൽ തളച്ചു. ഗാനയെ 1-2 ഗോളുകൾക്ക് ക്രൊയേഷ്യ വീഴ്ത്തി. നോക്കൌട്ട് റൗണ്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.
ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി